എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെയാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നും വിവാദ പ്രസ്താവനയുണ്ടാകുന്നത്. പത്തനംതിട്ടയിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങി നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിയിൽ അടൂർ പ്രകാശ് നടത്തിയ പ്രസ്താവനയാണ് വലിയ ചർച്ചയായി മാറിയത്. ദിലീപിന് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പ്രതികരണം വിവാദമായിരുന്നു. നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോകുമല്ലോ, സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. അടൂർ പ്രകാശിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇടതുപക്ഷത്തു നിന്നും BJP-യിൽ നിന്നും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. തീർച്ചയായും അവൾക്കൊപ്പമാണ് സർക്കാർ, അവൾക്കൊപ്പം തുടർന്നുമുണ്ടാകും. ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാകാം. ഗവൺമെന്റ് പ്രോസിക്യൂഷന് വേണ്ടി നടത്തുന്ന ഒരു കേസിൽ തിരിച്ചടി ഉണ്ടായാൽ അപ്പീലിന് പോവുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയാണ്. UDF-ന്റെ കൺവീനർ നടത്തിയത് ഈ പൊതുസമൂഹം അംഗീകരിക്കില്ല. ഈ കാര്യത്തിൽ സർക്കാരാണ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. ഇല്ല, ഞങ്ങൾ എല്ലായ്പ്പോഴും പീഡിപ്പിക്കപ്പെടുന്നവരോടൊപ്പമാണ്. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായതോടെ നേതാക്കളുടെ ഇടപെടലുണ്ടായി. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വോട്ട് ചെയ്തിറങ്ങിയ ശേഷം അടൂർ പ്രകാശിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും. നമ്മൾ ആദ്യം മുതൽ സ്വീകരിച്ചത് അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ 5-6 പേരെ പ്രതികളായി അവരെ ശിക്ഷിക്കാൻ പോവല്ലേ. ഏതായാലും ജഡ്ജ്മെന്റ് വായിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയും. ന്യായത്തിന്റെ സൈഡിലാണ് നിൽക്കേണ്ടത്. ജസ്റ്റിസ് ഇസ് വാട്ട് മാറ്റേഴ്സ്. ഈ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കട്ടെ. നമ്മൾ എന്തിനാണ് ഇവിടെ ഇരുന്നിട്ട് തീരുമാനിക്കണം? നമ്മളുടെ കയ്യിൽ എല്ലാ എവിഡൻസ് ഒന്നും ഇല്ലല്ലോ. ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കരുത്. ഇത് വ്യക്തിപരമായ ഓരോരുത്തർക്കും ചില ഇഷ്ടങ്ങളുണ്ടാകാം, ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകാം. പിന്നാലെ KPCC ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട് പാർട്ടിയുടെ നിലപാടല്ല അടൂർ പ്രകാശ് പറഞ്ഞത് എന്ന് KPCC അധ്യക്ഷന് വിശദീകരിക്കേണ്ടി വന്നു. അടൂർ പ്രകാശിന്റെ നിലപാട് അംഗീകരിക്കുന്നില്ല എന്നും സണ്ണി ജോസഫ്. വ്യക്തിപരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവശ്യപ്പെട്ടു അപ്പീൽ പോകണം. സണ്ണി ജോസഫിന് പുറമെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഇന്ദിരാഭവനിലേക്ക് എത്തി. തൊട്ടു പിന്നാലെ അടൂർ പ്രകാശും. തിരക്കിട്ട ചർച്ചകൾ. ഒടുവിൽ പ്രസ്താവന തിരുത്തി അടൂർ പ്രകാശ്. പഴിയെല്ലാം മാധ്യമങ്ങൾക്ക്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ നീതിന്യായ കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ നീതിന്യായ കോടതിയെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാം മാധ്യമങ്ങളുടെ തലയ്ക്ക് മുകളിൽ വെച്ച വിശദീകരണം നൽകി തലയൂരിയെങ്കിലും ഈ വിഷയം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് UDF കേന്ദ്രങ്ങളിലുള്ളത്. മൽത്തേനംപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.